സ്ത്രീകളുമൊന്നായി പുകഴ്ത്തിടുന്നു. കർത്താവിനെ സ്തുതിക്കും ഞാൻ. സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്നു. സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. തലത്തിൽ ജീവിക്കുന്ന നാളൊന്നും ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളൊന്നും ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഉള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. പിതാവേ എന്നോടെ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ നേരം എന്നും നീ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നും ആരാധ്യനാ. അങ്ങ് പരിശുദ്ധൻ, അങ്ങെന്നും സ്തുത്യൻ. ദൈവമേ അങ്ങ് മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും അങ്ങ് യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും അങ്ങ് യോഗ്യനാം. യേശുവേ നാഥ രക്ഷകനെ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നും നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ. ദൈവമേ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനാ. ആരാധനയും
സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ നീ യോഗ്യനാം. ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ, ആഹാഹാ ലേലുയാ, ആഹാഹാ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ആരെങ്കിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നാളെ ആദ്യത്തെ 2 വാക്യങ്ങൾ പഠിച്ച് പറയാൻ ശ്രമിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയുടെയും സമാധാനത്തിൻ്റെയും സോഴ്സ്, ഉറവിടം പിതാവായ ദൈവമാണ്. പിന്നെയോ അതുപോലെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. പരിശോധനകളും കഷ്ടങ്ങളും എതിർപ്പുകളുമൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ എല്ലാത്തിനെയും അതിജീവിക്കുവാൻ ദൈവം കൃപയും സമാധാനവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോലനായ പൗലോസ് കൃപയുടെയും സമാധാനത്തിൻ്റെയും പ്രാധാന്യം നന്നായി തിരിച്ചറിഞ്ഞവനാണ്. ദൈവകൃപയാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ദൈവകൃപയാൽ സുവിശേഷ വേലയിൽ ഇത്രത്തോളം ശോഭിക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല, പണ്ട് മതവൈരാഗ്യത്താൽ ഒരു മത തീവ്രവാദിയായി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. എന്നാൽ ക്രിസ്തു ഇപ്പോൾ അദ്ദേഹത്തിന് സമാധാനം നൽകി, സ്വസ്ഥത നൽകി. ദൈവകൃപ വേണ്ടുവോളം അനുഭവിച്ചു. തൻ്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ കൃപ നന്നായി അദ്ദേഹം അനുഭവിച്ചു. ദൈവകൃപയുടെയും സമാധാനത്തിൻ്റെയും ആവശ്യകത മനസ്സിലാക്കിയ ഒരു ശുശ്രൂഷകൻ, പാസ്റ്റർ, തൻ്റെ വിശ്വാസികൾക്കും ഈ ദൈവകൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ നമ്മെപ്പോലെ വലിയ ഭൗതിക സമൃദ്ധി അനുഭവിക്കുന്നവരായിരുന്നില്ല. കഷ്ടമുണ്ട്, ടെസ്റ്റുകളും ട്രയൽസുമുണ്ട്, സുവിശേഷ വിരോധികളുണ്ട്. അവർക്ക് ധാരാളം പണവും വസ്തുവകകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ അതിനേക്കാളൊക്കെ വലുത് കൃപയും സമാധാനവും ഇവർക്കുണ്ടാകട്ടെ. അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രമല്ല, പൗലോസ് എഴുതിയ മറ്റു പല ലേഖനങ്ങളിലും വിശ്വാസികൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ദൈവത്തോട് യാചിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ആദ്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. റോമാലേഖനം അദ്ദേഹം എഴുതുമ്പോൾ, റോമാലേഖനം 1:7,
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. അതേ പ്രയോഗം തന്നെ നമുക്ക് വീണ്ടും 2 കൊരിന്ത്യർ 1:2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ തുടക്കത്തിലും കാണാം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്തിയ 1-ാം അധ്യായം 2-3 വരെ, എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരന്മാരും ഗലാത്തിയയിലെ സഭകൾക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. കൃപയും സമാധാനവും ഒഴുകി ഒരു വിശ്വാസിയിൽ നിറയുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ആണ്. മറിയത്തിൽ നിന്നോ മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധരിൽ നിന്നോ കൃപയും സമാധാനവും നമ്മിലേക്ക് ഒഴുകി എത്തുകയില്ല. അതുകൊണ്ട് അവരെ കൃപയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് മഹാദൂഷണമാണ്. ഇനി ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ 1:2 നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഇതേ പ്രയോഗം തന്നെ കൊളോസിയ 1:2 കാണാം. കൊളോസിയ 1:2 ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഒട്ടുമിക്ക ലേഖനങ്ങളുടെ ആരംഭത്തിലും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്ന് എഴുതിയിരിക്കുന്നു. ഇനി വീണ്ടും 2 തെസ്സലോണി 1-ാം അധ്യായം 2-ാം വാക്യം, 2 തെസ്സലോണി 1-ാം ലേഖനം 2 തെസ്സലോണി 1-ാം അധ്യായം 2-ാം വാക്യം, പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഇനി തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തി 1:2 ശ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. ഇനി യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യോഹന്നാനും ഇപ്രകാരം പറയുന്നു. 2 യോഹന്നാൻ 1:3 2 യോഹന്നാൻ 1:3 പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. കൃപയും സമാധാനവും. ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം, ലോകത്തിൽ നിന്ന് എവിടെയും വാങ്ങാൻ പറ്റാത്ത കൃപ, ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കഴിയാത്ത 2 ഉന്നതമായ കാര്യങ്ങളാണ് വിശ്വാസികൾ സ്വന്തമാക്കിയിരിക്കുന്നത്: കൃപയും സമാധാനവും. കഷ്ടങ്ങളും പരിശോധനകളും ഉണ്ടെങ്കിലും ഒരു വിശ്വാസി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ അഥവാ എന്തെങ്കിലും ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് മാറ്റി ദൈവിക സമാധാനവും സ്വസ്ഥതയും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന് നൽകുകയാണ്. അതുകൊണ്ട് ഉത്കണ്ഠയില്ല. സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തിൽ ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആകുലത അവയ്ക്ക് സ്ഥാനമുണ്ടാവുകയില്ല. ദൈവകൃപയാൽ നിറഞ്ഞൊരു വിശ്വാസിക്ക് പാപത്തിന്മേൽ വിജയം ലഭ്യമാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നത്. അതിനാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം വഹിക്കുകയില്ല എന്ന് റോമാലേഖനവും 6-ാം അധ്യായം 14-ാം വാക്യം നമ്മോട് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു.
ഭക്ഷണവും പാനീയവും കുറഞ്ഞാലും നമ്മൾ അസ്വസ്ഥരല്ല. ജീവിത സൗകര്യങ്ങൾ കുറഞ്ഞാലും നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കുകയില്ല. കാരണം എന്താണ്? ദൈവരാജ്യമെന്നത് ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണം കുറഞ്ഞപ്പോൾ, ഇറച്ചി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ, വേണ്ടതുപോലെ വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ, ഭക്ഷണവും പാനീയവും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം ഉണ്ടായില്ല, പിറുപിറുപ്പുകാരായി. പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല. റോമാലേഖനം 14:17 ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അത് ഈ എഫേസോസിലുള്ള വിശ്വാസികൾ അനുഭവിക്കണം. കാരണം അവർക്ക് ഭൗതിക സമൃദ്ധിയില്ല, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ല. ഈ ലോകം അവർക്ക് നൽകുന്നത് എതിർപ്പും പരിഹാസവുമാണ്. എന്നാൽ ദൈവം അവർക്ക് നൽകുന്നത് കൃപയും സമാധാനവും. ഈ ലോകം അവർക്ക് കൊടുക്കുന്നത് നിന്ദ, പഴി, ദുഷി, അപമാനം, വസ്തുക്കളുടെ അപഹാരം, ഉപദ്രവം. പക്ഷേ ദൈവം അവർക്ക് നൽകുന്നത് കൃപയും സമാധാനവും. നമ്മുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ പല കഷ്ടതകളും ഉണ്ടായാലും ദൈവകൃപയും സമാധാനവും അത് കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് കൃപയും സമാധാനവും ഇത്രമാത്രം ആവശ്യമായിരുന്നെങ്കിൽ ഈ പാപം നിറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് എത്രയധികം ദൈവകൃപയും സമാധാനവും ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ എഫേസർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവും യേശുവും, യേശു തന്നെയാണ് പിതാവ്, അങ്ങനെ ഒരു ഉപദേശം പത്രോസ് പഠിപ്പിച്ചില്ല. പിതാവായ ദൈവത്തിങ്കൽ നിന്നും, പിതാവ് തന്നെയാണ്, യേശു തന്നെയാണ്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. യേശു ക്രിസ്തുവിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കർത്താവ്, ലോർഡ്. വെറും ഒരു രക്ഷകൻ മാത്രമല്ല, കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് യേശുവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഭരിക്കേണ്ടത് കർത്താവാണ്. പണ്ട് ഈ എഫേസോസിലുള്ള ഇവർ അവരുടെ സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് അവർ തന്നെ കർത്താക്കന്മാരായി അവർക്ക് ബോധിച്ചത് ചെയ്ത് ജീവിച്ചവരാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇവർക്കൊരു കർത്താവിനെ ലഭിച്ചിരിക്കുന്നു, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അതേസമയം അവർക്ക് വേണ്ടി രക്തം ചിന്തി അവരെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ ഇവർ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഇവർക്ക് സ്വന്തം ഹിതപ്രകാരം ജീവിക്കുവാൻ സാധ്യമല്ല. സ്വന്തം ഹിതപ്രകാരം ജീവിച്ചാൽ നാശമാണ് അതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ദൈവമക്കൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ കർത്താവ് അവരല്ല, സംഘടനകളല്ല, സഭാ നേതാക്കളല്ല, മറിച്ച് യേശുവാണ് നമ്മുടെ കർത്താവ്. അക്കാര്യം നമ്മൾ അംഗീകരിച്ചവരാണ്. അല്ലാതെ നമുക്ക് ദൈവമക്കളാകാൻ സാധിക്കുകയില്ല. എന്നാൽ ലോകത്തിലെ എല്ലാവരും യേശു കർത്താവാണ് എന്ന് അംഗീകരിച്ചിട്ടില്ല. യേശുവിൻ്റെ കർത്തൃത്വം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ബോധിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യങ്ങളനുസരിച്ച് ഞങ്ങളുടെ ബോധ്യങ്ങളനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ ബോധിച്ചതുപോലെ ജീവിക്കും. യേശുവിനെ കർത്താവായി അംഗീകരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഒടുവിൽ ഇപ്പോൾ അങ്ങനെ പറയുന്നവരും യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയേണ്ടി വരും.
ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഇനി പിതാവായ ദൈവം നമുക്ക് വേണ്ട, യേശു മാത്രം മതി. അങ്ങനെയല്ല പൗലോസ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കേവലം യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രമല്ല. അതാവശ്യമാണ്. യേശുവിനെ കർത്താവ് എന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം 10:9. ആകയാൽ യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയപൂർവം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർക്ക് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കാതെ കേവലം രക്ഷകനായി, സേവ്യറായി അംഗീകരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ കൽപ്പനകളായ സ്നാനവും വചനപ്രകാരമുള്ള കർത്തൃമേശയും ഒക്കെ ആചരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ കർത്താക്കന്മാരായി അവരവരെ തന്നെ വാഴിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും സഭാ നേതാക്കളും സഭയും ഒക്കെ ആയിരിക്കാം അവരുടെ ജീവിതത്തിൻ്റെ കർത്താവ്. യേശുവിനെ കർത്താവ് എന്ന് ഒരുപക്ഷെ അധരം കൊണ്ട് വെറുതെ പറഞ്ഞാലും അവർ വാസ്തവത്തിൽ അനുസരിക്കുന്നത്, കർത്താവായി അംഗീകരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക സഭയോ അതിലെ നേതാക്കന്മാരോ അതിലെ ഉപദേശങ്ങളെയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ യേശുവിനെ ആരാണ് യഥാർത്ഥത്തിൽ കർത്താവായി അംഗീകരിച്ചിരിക്കുന്നത്? അവർ കർത്താവിൻ്റെ കൽപ്പന, വചനം പാലിക്കും. അങ്ങനെ യേശുവിനെ കർത്താവായി അംഗീകരിച്ചവർക്ക് ഇതാ പൗലോസ് ഒരു ലേഖനം എഴുതുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അതാണ് നാം ധ്യാനിക്കുന്നത്. എഫേസ്യ 1:2. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒരുവിധം ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക്, 3-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. സെബാസ്റ്റ്യൻ ബ്രദറോ മറ്റാർക്കെങ്കിലും 3-ാം വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കൊളോസ്യ ലേഖനം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹൂ ഹാസ് ബ്ലെസ്സഡ് us വിത്ത് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ദ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. അർത്തിമിസ് ദേവിയുടെ ഒരു വലിയ ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് അങ്ങോട്ട് ചെന്നു, സുവിശേഷം പറഞ്ഞു. പല എതിർപ്പുകളും ഉണ്ടായി. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താണ്? വിഗ്രഹാരാധികളും ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവരും തട്ടിപ്പുകാരും കൊള്ളക്കാരും
മദ്യപാനികളുമായ ഒരു വിഭാഗം ആളുകൾ ഇതാ മാനസാന്തരപ്പെടുന്നു. അവരുടെ പഴയ പാപവഴികൾ ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ അവർ ദൈവകൃപ അനുഭവിക്കുന്നു. പണ്ട് ദൈവകൃപയും സമാധാനവും ഇവർ അറിഞ്ഞിരുന്നില്ല. ഇവരിപ്പോൾ വിശുദ്ധരാണ്. പണ്ട് അവർക്ക് എന്താണ് വിശുദ്ധി അറിയുകയില്ല. ആരാണ് പിതാവായ ദൈവം? യേശു ആരാണ്? യേശുവിൽ വിശ്വസിച്ചാലുള്ള ഗുണം എന്താണ്? ഇവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിരവധി പാപങ്ങൾ ചെയ്തിരുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴിതാ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. പഴയ പാപജീവിതമെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ദൈവത്തെ വാഴ്ത്തുന്നു. പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ, എഫെസോസ് പട്ടണത്തിൽ അറിയിച്ചപ്പോൾ പലരും വിമർശിച്ചിട്ടുണ്ടായിരിക്കാം. പൗലോസ്, എന്തിനാണ് നീ ഇവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കൊരു പുരാതന സംസ്കാരമുണ്ട്. ഞങ്ങൾ എത്രയോ കാലമായി ഈ അർത്തിമിസ് ദേവിയുടെ പ്രതിമയെ വണങ്ങുന്നു. ഞങ്ങളുടെ ട്രഡീഷൻ നീ മാറ്റാൻ ശ്രമിക്കരുത്. നീ ഇവിടെ ആരെയും മതം മാറ്റരുത്. പല രീതിയിലുള്ള എതിർപ്പുകളും വെല്ലുവിളികളും പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. അർത്തിമിസ് ദേവി മഹാദേവിയാണെന്നെല്ലാം പറഞ്ഞൊരു വലിയ കലാപം പൗലോസിന് നേരെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നാം തുടക്കത്തിൽ വായിച്ചതാണ്. പക്ഷേ റിസൾട്ട് എന്താണ്? അക്രമികളും വ്യഭിചാരികളും സത്യദൈവത്തെക്കുറിച്ച് അറിയാത്തവരുമായ ഒരു ജനം ഇതാ മാനസാന്തരപ്പെടുന്നു. അവർ വിശുദ്ധരായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഈ ലേഖനം. ഇന്നും പലരും പറയാറുണ്ട്, ഞങ്ങളുടെ സംസ്കാരം മാറ്റരുത്, ഞങ്ങളുടെ മതവിശ്വാസം മാറ്റരുത്, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, സുവിശേഷം വേണ്ട. പക്ഷേ യേശുവിനെ ഒരുവൻ അംഗീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ പാപജീവിതം മാറുന്നു, ദൈവകൃപയാൽ നിറയുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പൗലോസ് എഫേസോസിലെത്തുമ്പോൾ അന്ന് അർത്തിമിസ് ദേവിയുടെ ടെമ്പിൾ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ 2000 വർഷം പിന്നിട്ടപ്പോൾ ഇന്ന് ആരും ഈ അർത്തിമിസ് ദേവിയെ ഓർക്കുന്നില്ല. എന്നേക്കും നിലനിൽക്കുന്ന വചനം പൗലോസ് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റം ഉണ്ടാകുവാൻ പൗലോസ് വലിയ വില കൊടുത്തു. തുടക്കത്തിൽ ഈ എഫേസോസിലെ വിശ്വാസികളും സുവിശേഷ നിമിത്തം ധാരാളം എതിർപ്പുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ വ്യാപരിച്ച ജീവൻ്റെ വചനം അത് വളർന്നുകൊണ്ടേയിരുന്നു. അന്ധകാരക്കോട്ടകളെ ആ ജീവൻ്റെ വചനം തകർത്തുകൊണ്ടേയിരുന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ കീഴ്പ്പെടുത്തുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ വാക്യം തുടങ്ങുന്നത് പ്രകാരമാണ്, ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവവും യേശുക്രിസ്തുവിൻ്റെ പിതാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കൃപയും സമാധാനവും വിശ്വാസികളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പസ്തോലനായ പത്രോസ് തൻ്റെ ലേഖനങ്ങളിൽ പല ഭാഗത്തും ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ഇപ്പോൾ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. രണ്ട് കൊരിന്ത്യർ 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും
കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്വർഗസ്ഥനായ പിതാവിനെ ആരാധനയിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പാടില്ല. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പത്രോസും പിതാവായ ദൈവത്തെ വാഴ്ത്തുന്നു. പൗലോസും തൻ്റെ നിരവധിയായ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടാണ്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ പിതാവായ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, who has blessed us with every spiritual blessing in the heavenly places in Christ. പഴയ നിയമത്തിലും യഹോവയെ വാഴ്ത്തുന്ന എത്രയോ വാക്യങ്ങളാണ്. 1 ദിനവൃത്താന്തം 29:20, 1 ദിനവൃത്താന്തം 29:20. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി സ്വർഗത്തിൽ പോയാൽ അവിടെ എന്താണുള്ളത്? വെളിപ്പാട് 4:9 തൊട്ട്, ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ്. അങ്ങ് സർവ്വവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പിതാവായ ദൈവത്തിന് മഹത്വവും സ്തോത്രവും സ്തുതിയും സ്വർഗത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പഴയ നിയമത്തിലും ഇത് കാണാം. നെഹമ്യ 9:5, നെഹമ്യ 9:5. അനന്തരം ലേവ്യരായ യശുവ, കദ്മിയേൽ, ബാനി, ഹഷബ്നയ, ശെറബിയ, ഹോദിയ, ശബാനിയ, പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു: എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്ക് സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിൽ യഹോവയെ സ്തുതിക്കുന്ന എത്രയോ കീർത്തനങ്ങളാണ് ഉള്ളത്. സങ്കീർത്തനങ്ങൾ 72:19, അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമേൻ, ആമേൻ. പുതിയ നിയമത്തിലും ദൈവത്തെ വാഴ്ത്തുന്ന ധാരാളം വേഴ്സസ് ഉണ്ട്. എല്ലാം ഒന്നും വായിക്കുന്നില്ല. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം. ലൂക്കോസ് 2:27 തൊട്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. പിതാവായ ദൈവത്തെ. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ പിതാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ധാരാളം വാക്യങ്ങളാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ 1-3 അതിൻ്റെ ക്രോസ് റെഫറൻസാണ് നാം വായിക്കുന്നത്. റോമാലേഖനം 15:6, റോമ 15:6. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. യേശുവിനെ പൗലോസ് മഹത്വപ്പെടുത്തി, പിതാവായ ദൈവത്തെ ഒഴിവാക്കിയില്ല. നമ്മൾ പലപ്പോഴും പിതാവായ ദൈവത്തെ ഒഴിവാക്കിയാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്. പിതാവിനെ മഹത്വപ്പെടുത്തണം, പുത്രനെ മഹത്വപ്പെടുത്തണം. അതാണ് ബൈബിൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന മാതൃക.
റോമ 15:6 അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. നമ്മൾ സഭാരാധനയിൽ ഒത്തൊരുമിച്ച് സ്തുതിഗീതങ്ങൾ പാടാറുണ്ട്. അതിൽ ആ ഗാനങ്ങളിൽ ഒട്ടുമിക്കവയും യേശു ക്രിസ്തുവിനെ മാത്രം മഹത്വപ്പെടുത്തുന്നവയാണ്. സ്വർഗീയ പിതാവിനെ പാടെ ഒഴിവാക്കിയവയാണ് അനേകം ഗാനങ്ങൾ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് പിതാവായ ദൈവത്തെ ഒഴിവാക്കാനല്ല. റോമ 15:6 അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തിയാൽ മതി, അതിൽ പിതാവ് ഉൾപ്പെട്ടു എന്ന് അദ്ദേഹം പഠിപ്പിച്ചില്ല. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. സ്വർഗത്തിൽ എത്ര മനോഹരമായ ആരാധന! വെളിപ്പാട് പുസ്തകം 5:9 അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി. അവർ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ഇവിടെ സ്വർഗത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിന് മഹത്വവും പുകഴ്ചയും ആരാധനയും നൽകുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിലെ ആരാധന അവസാനിച്ചില്ല. താഴെ പറയുന്നത്, പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും ആയിരുന്നു. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ശ്രദ്ധിക്കണം, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് അവർ പറഞ്ഞത്? സിംഹാസനസ്ഥനും കുഞ്ഞാടിനും. സിംഹാസനസ്ഥൻ ആരാണ്? പിതാവായ ദൈവം. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. കുഞ്ഞാടിന് മാത്രം മഹത്വം കൊടുത്ത് സിംഹാസനസ്ഥനെ ഒഴിവാക്കരുത് എന്ന് സാരം. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു. എഫേസ്യർ 1:3 സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. രണ്ട് കൊരിന്ത്യർ 1:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. 2 കൊരിന്ത്യർ 11:31 കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11:27 സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ദൈവപിതാവേ
അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുന്നിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുന്നിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുന്നിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുന്നിലണച്ച് കുമ്പിടുന്നു. ദൈവമക്കളായ നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? പിതാവായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദാനമായി തന്നതുകൊണ്ടാണ് നാം വാഴ്ത്തുന്നത്. ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, സ്വർഗത്തിലും നമ്മൾ പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും വാഴ്ത്തും. ഇവിടെ എന്തുകൊണ്ടാണ് എഫേസോസ് സഭയിലെ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ പിതാവിന് സ്തോത്രം പറയുന്നത്, വാഴ്ത്തുന്നത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആരാണ്? പിതാവായ ദൈവം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ഈ എഫേസോസിലെ വിശ്വാസികൾക്ക് എന്താണ് നൽകിയത്? ഭൗതിക വസ്തുക്കളെ കുറിച്ചിവിടെ പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എഫേസോസ് സഭാവിശ്വാസികൾക്ക് ഏറ്റവും നല്ല വീടും ഏറ്റവും വലിയ വാഹനങ്ങളും ഏറ്റവും നല്ല ജോലിയും കൊടുത്തു. അതിനാൽ എഫേസോസ് സഭയിലെ വിശ്വാസികളെ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അങ്ങനെയല്ല ഈ വാക്യം. പിന്നെയോ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഇവർക്ക് ലഭിച്ചത് താൽക്കാലിക അനുഗ്രഹങ്ങളല്ല. ഈ ഭൂമിയിലെ എല്ലാ നേട്ടങ്ങളും താൽക്കാലികങ്ങളാണ്. നല്ല ജോലിയാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, എത്ര കാലം ഇതെല്ലാം ഒരുവന് അനുഭവിക്കുവാൻ സാധിക്കും? സ്പർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എ ന്യൂ ഹാർട്ട് ഈസ് ബെറ്റർ ദാൻ എ ന്യൂ കോട്ട്. ഒരു പുതിയ ഉടുപ്പിനേക്കാളും ഒരു പുതിയ വസ്ത്രത്തെക്കാളും നല്ലത് ഒരു പുതിയ ഹാർട്ടാണ്. ദൈവം നമുക്ക് അന്നന്ന് വേണ്ട വസ്ത്രം തരും, വെള്ളം തരും, പാർപ്പിടം തരും, എല്ലാം തരും. അതിന് നമ്മൾ നന്ദിയുള്ളവരാണ്. എന്നാൽ ഭക്ഷണവും വസ്ത്രവും കുറഞ്ഞിട്ടും പട്ടിണി കിടന്നിട്ടും വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. എഫേസു സഭയിലെ വിശ്വാസികൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സമ്പന്നരൊന്നുമല്ല, ഉപദ്രവങ്ങളുണ്ട്. എന്നിട്ടും ഇവർ എന്തിനാണ് ദൈവത്തെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? നല്ല വീട് ലഭിച്ചില്ലല്ലോ, നല്ല വാഹനങ്ങളും കിട്ടിയില്ലല്ലോ, നല്ല ജോലിയും കിട്ടിയില്ല. കിട്ടിയത് പലപ്പോഴും ലോകപരമായി നോക്കുമ്പോൾ ഉപദ്രവങ്ങളും എതിർപ്പുകളും നഷ്ടങ്ങളുമാണ്. പക്ഷേ പിന്നെ എന്തിനാണ് നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഈ ലോകത്തിലെ യാതൊന്നിനും തരാൻ പറ്റാത്ത, ഈ ഭൂമിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത എറ്റേണൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് ഇവർക്ക് സ്വർഗീയ പിതാവ് കൊടുത്തിരിക്കുന്നു. ഹെവൻലി ബ്ലെസ്സിങ്. സ്വർഗത്തിലെ ഏതാനും ചില അനുഗ്രഹങ്ങളല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. പ്രാർത്ഥിച്ച് ഭാവിയിൽ ഇതെല്ലാം സ്വന്തമാക്കണമെന്നല്ല, അതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരു പുതിയ കോട്ട് ലഭിക്കുന്ന, അതുകൊണ്ട് സ്പർജൻ പറഞ്ഞിരിക്കുന്നത് എ ന്യൂ ഹാർട്ട് ഈസ് ബെറ്റർ ദാൻ എ ന്യൂ കോട്ട്. ഈ പുതിയ ഹൃദയം എനിക്ക് ഭൗതികമായ
വലിയ സമൃദ്ധിയൊന്നുമില്ല എങ്കിലും ഞാൻ നിരാശനല്ല. ആത്മീയ ദൃഷ്ടി കൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. അതെനിക്ക് കാണുവാൻ കഴിയുന്നു എൻ്റെ വിശ്വാസ കണ്ണാൽ. സ്വർഗത്തിൽ എനിക്ക് ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നും ഇല്ലാത്ത ഒരു ശാശ്വതമായ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അത് വിശ്വാസത്താൽ കണ്ട് സന്തോഷിക്കുന്ന ഒരു ഹൃദയം. ആ പുതിയ ഹൃദയമാണ് ഒരു കോട്ട് ലഭിച്ചു, ഒരു വീട് ലഭിച്ചു, ഒരു ജോലി ലഭിച്ചു, അതിന് നന്ദി പറയുന്ന ഹൃദയത്തെക്കാളും നല്ലത് ഏത് ഹൃദയമാണ്? എ ന്യൂ ഹാർട്ട്. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ സ്വർഗീയ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ഹൃദയമാണ്. ഈ ഭൗതികാനുഗ്രഹം കിട്ടുമ്പോൾ തുള്ളിച്ചാടുന്ന ആ ഹൃദയത്തെക്കാളും നല്ല ഹൃദയം. ഭൗതികാനുഗ്രഹങ്ങളൊന്നും വേണ്ട എന്നല്ല, അന്നന്ന് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് തരും. നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയുന്നവനാണ്. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠാകുലത വേണ്ട. ദൈവമക്കളെ സംബന്ധിച്ച് എത്രയോ കഷ്ടത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും പോകുന്ന ദൈവമക്കൾ അവരുടെ ഈ ഭൂമിയിലെ കഷ്ടതകളൊന്നും അവരെ സ്വാധീനിക്കാതെ, ഹൃദയത്തിൽ നിരാശ കൊണ്ട് നിറയാതെ അവർ ദൈവത്തെ വാഴ്ത്തുകയാണ് പട്ടിണി കിടക്കുമ്പോഴും. അങ്ങനെയുള്ള ദൈവമക്കൾ ഈ ലോകത്തിൽ ഇപ്പോഴുമുണ്ട്. കാരണം അവർക്കറിയാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103:1 തൊട്ട്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ, അവിടുത്തെ പിതാവായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി ദൈവമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ ദത്തെടുത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനെ തന്ന് ദോഷത്തിൽ നാശത്തിൽ ഞങ്ങളെ രക്ഷിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായ അങ്ങ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങയെ സ്തുതിക്കുന്നു പിതാവേ, അങ്ങേക്ക് നന്ദി കരയറ്റുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിനെ കൺമണി പോലെ ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനെ തന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നടന്ന് ആലോചന പറഞ്ഞു പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സർവാന്തരം സമാധാനവും പകരുന്ന അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളും ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ആ കൃപ ഞങ്ങൾക്ക് സമൃദ്ധമായി തരുന്ന കർത്താവിന് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ളം ക്ഷീണിച്ചും എടുക്കാതെ പ്രത്യാശയായ പുൽപ്പുറങ്ങളിലും സ്വച്ഛമായ വെള്ളത്തിനടുത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളൊക്കെയും ദാനം ചെയ്ത് യേശു വഴി സ്വർഗീയ പിതാവിനെ സമാധാനവും അവർണ്ണനീയമായ തൃപ്തിയും തന്നു ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്തോത്രത്തിലേക്ക് ഞങ്ങളെ അങ്ങയെ വാഴ്ത്തുന്നു. നന്ദി
Your life does not consist in the abundance of your possessions. Hallelujah. സ്തോത്രം, സ്തോത്രം. ഈ വിലോകത്തിൽ ശ്രേഷ്ഠമെന്നുള്ളത് കർത്താവേ നികൃഷ്ടമാകുന്നു, മഹത്വമാകുന്നു. ഈ സത്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക കർത്താവേ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ കർത്താവേ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവരെ അങ്ങേ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ഞങ്ങൾക്കത് അറിയാൻ വയ്യായിരുന്നു കർത്താവേ. സ്തോത്രം. സകലരും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നന്ദി ദൈവമേ, നന്ദി നന്ദി നന്ദി. തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ അങ്ങയുടെ നാമം പുനരുദ്ധീകരിക്കുവാൻ കർത്താവ് ഞങ്ങളെ കൃപ ചെയ്ത് അനുഗ്രഹം ചെയ്യാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി. ആരാധനയും മഹത്വവും ബഹുമാനവും എല്ലാം അങ്ങേക്ക്. കൃപയും അതിശയമേ ദൈവത്തിന് സ്നേഹം മനോഹരമേ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. അതു കാണുന്നു ഞാൻ. അതു സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനം യേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഹു ഹാസ് ബ്ലെസ്ഡ് us with every spiritual blessing. ഭാവിയിൽ അനുഗ്രഹിക്കും എന്നല്ല, ഓൾറെഡി ഒരു വിശ്വാസിയെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഭൗതികാനുഗ്രഹത്തെക്കുറിച്ച്, ഭൂമിയിലെ സകല ഭൗതിക നന്മകളും നിങ്ങൾക്ക് തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അങ്ങനെയല്ല ഈ വാക്യം. പിന്നെയോ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം 1 യോഹന്നാൻ 2:17 ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പത്രോസ് എഴുതി, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഭൗതികാനുഗ്രഹങ്ങളൊന്നും നിത്യമല്ല. സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് അവർ ഭൗതിക സമൃദ്ധിയെക്കുറിച്ചാണ് പറയാറ്. എന്നാൽ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് മാത്രമല്ല, മറ്റു സാധാരണ ശുശ്രൂഷക്കാരും എല്ലാവരുമല്ല ഇങ്ങനെ പറയാറുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സകല ഭൗതിക അനുഗ്രഹത്താലും ആത്മീക അനുഗ്രഹത്താലും നിറയ്ക്കട്ടെ. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ എവരി സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മിൽ പലരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അത് പറയുമായിരിക്കാം. പക്ഷേ ആഡ് ചെയ്യുന്നത് ആത്മീയ അനുഗ്രഹങ്ങളാലും സകല ഭൗതിക അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിക്ക് സകല ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടിയാൽ എന്തായിരിക്കും വരുന്ന അപകടം? ധാരാളം പണവും വസ്തുവകകളും ഈ ലോകത്തിലെ ഗ്ലോറിയും കിട്ടിയാൽ അവൻ പിന്നെ ലോകത്തിൻ്റെ സ്നേഹിതനായി. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാളും എത്രയോ വിഷമമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുക. അതുകൊണ്ട് അറിയാതെയാണെങ്കിലും ചിലപ്പോൾ ശുശ്രൂഷകന്മാർ പറയും, വിശ്വാസികൾക്ക് സകല ആത്മീക അനുഗ്രഹവും ഭൗതികാനുഗ്രഹവും കിട്ടട്ടെ. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. സകല ഭൗതികാനുഗ്രഹങ്ങളും ഒരു സഭയിലെ വിശ്വാസികൾക്ക് കിട്ടിയാൽ അംബാനിമാരെക്കാളും വല്ലാത്ത പ്രഭുക്കളായി, ധനവാന്മാരായി അവരൊക്കെ മാറിയേനെ. അങ്ങനെ മാറിയാലുള്ള അപകടം എന്താണ്? നമുക്കെന്തുകൊണ്ടാണ് ഈ സ്വർഗത്തിലെ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നത്? കാരണം നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും, നാം കാത്തിരിക്കുന്നു. നമ്മുടെ സ്ഥിരവാസം എവിടെയാണ്? ഭൂമിയല്ല. ഈ ഭൂമിയിൽ നമ്മൾ ആരാണ്? അന്യരാണ്, പരദേശികളാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും മരണത്തോടെ അത് അവസാനിക്കും. പക്ഷേ നമ്മുടെ എറ്റേണൽ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ എഴുതി, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ യഥാർത്ഥ നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. പഴയ നിയമത്തിൽ കർത്താവ് ഭക്തന്മാരെ ഭൗതികമായി അനുഗ്രഹിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ കർത്താവ് ഭക്തന്മാരെ ഭൗതികമായി സകലത്തിലും അനുഗ്രഹിച്ചു. പക്ഷേ പുതിയ നിയമം വ്യത്യസ്തമാണ്. ഇവിടെ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഒരു വർഷത്തേക്കുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല. അന്നന്ന് വേണ്ടത്, ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടത് കർത്താവ് തരും. പക്ഷേ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വിശ്വസ്ത അപ്പസ്തോലൻ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കള്ള അപ്പസ്തോലന്മാർ പറയുന്നത്, ഭൗതിക അനുഗ്രഹങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ ഇതാ വാരിക്കോരി നിറയ്ക്കാൻ പോകുന്നു എന്നാണ്. ഏത് നമ്മൾ സ്വീകരിക്കും? എഫേസ്യ ലേഖനം 1:3, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർലോകമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർലോകമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലിവിടെ, പോർക്കളത്തിലത്രേ നാം നിൽക്ക വേണ്ട പോർ പൊരുതി യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലിവിടെ, പോർക്കളത്തിലത്രേ നാം നിൽക്ക വേണ്ട പോർ പൊരുതി യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം
ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെരുശലേം പുരം തത്ര ശോഭിതം. വീഥി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതമാം പട്ടണമതിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ, ഭംഗി വർണ്ണ്യമല്ലഹോ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർലോകമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്ന് നേർപ്പറഞ്ഞ് മന്നിൽ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസർ മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. ഫിലിപ്പിയ ലേഖനം 3:20. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. 1 പത്രോസ് 1:4 അവിടുന്ന് തൻ്റെ കാരുണ്യ തിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ അനുഗ്രഹങ്ങളൊക്കെ എല്ലാം ക്രിസ്തു വഴിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ഒഴിവാക്കി പിതാവായ ദൈവം സ്വർഗത്തിലെ ഒരു അനുഗ്രഹവും തരുന്നില്ല. ഹെവൻലി ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രം. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ ഒഴിവാക്കി ധാരാളം പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിട്ടും ഈ ഭൂമിയിൽ ഭൗതികാനുഗ്രഹം, വീടും പണവും കാറും ഒക്കെ സ്വന്തമാക്കിയവരുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ ഒഴിവാക്കി ആർക്കും സ്വർഗത്തിലെ ഒരു ചെറിയ അനുഗ്രഹം പോലും സ്വന്തമാക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ പലതും നേടാൻ പറ്റും. ഇവിടെ നാം വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹവും സ്വർഗീയ പിതാവ് ക്രിസ്തു എന്ന ഏക ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ഒരു സ്വർഗീയ അനുഗ്രഹവും പ്രാപിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ യേശുവാണ്. ഈ യേശുവിനെ ഒഴിവാക്കി ആർക്കും, ഈ മധ്യസ്ഥനെ ഒഴിവാക്കി ആർക്കും സ്വർഗീയ പിതാവിൽ നിന്ന് ഒരാത്മീയ അനുഗ്രഹവും കൃപയും സമാധാനവും സ്വന്തമാക്കാൻ പറ്റില്ല. 1 തിമോത്തി 2:5 എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ക്രിസ്തുവിനെ കിട്ടിയിട്ടുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മതി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിനോടുകൂടെ സ്വന്തമാക്കാം. അതാണ് റോമാലേഖനം 8:34 സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും
സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നൽകാതിരിക്കുമോ? പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ സ്വന്തം പുത്രനെ നമുക്കായി തന്നുവെങ്കിൽ, ഏറ്റവും വലുത് പിതാവായ ദൈവം തന്നുവെങ്കിൽ, ബാക്കിയുള്ളത് തരാതിരിക്കുമോ? എന്നാൽ ഈ പുത്രനെ ഒഴിവാക്കിയാലോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, ഇത് ക്രിസ്തു മുഖാന്തരം മാത്രം കിട്ടുന്ന ഹെവൻലി ബ്ലെസ്സിങ് ആണ്. ഈ ലോകത്തിലെ ഗ്ലോറി, ഈ ഭൂമിയിലെ മഹത്വം കിട്ടുവാൻ പല വഴികളും ഉണ്ടായിരിക്കാം. പിശാച് പറഞ്ഞു, എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി, ഈ ലോകത്തിൻ്റെ മഹത്വം ഞാൻ നിനക്ക് തരാം. ഇന്നും അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വർഗത്തിൽ പോയാലാണ് അനുഭവിക്കുക. എന്നാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഫോർ ടേസ്റ്റ്, മുന്നാസ്വാദനം നമുക്ക് ലഭ്യമാണ്. അതിലൊന്നാണ് പരിശുദ്ധാത്മാവ്. ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. ക്രിസ്തു പറഞ്ഞു, ദൈവം അയച്ചവൻ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ഈ ഭൂമിയിൽ നാം ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവമക്കളാണ്. അതിൻ്റെ ഒരു തെളിവെന്താണ്? ഉയരത്തിലെ ശക്തി, പരിശുദ്ധാത്മാവ് നമ്മുടെ മൺകൂടാരത്തിൽ വസിക്കുന്നു. നാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു വഴി സ്വന്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ തെളിവെന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. നമ്മൾ ഭാഗ്യശാലികളാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ആ സത്യം തിരിച്ചറിയുവാൻ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് കൂടുമോ, തർക്കിക്കുമോ, വാദിക്കുമോ? അതില്ല ഇതില്ല, ലോകത്തിൽ പ്രത്യാശയില്ലാത്ത ജനങ്ങളെപ്പോലെ അസ്വസ്ഥരായി വഴക്കും കലഹവും കൂടി നമ്മൾ നടക്കുമോ? മഹാധനികരായ ആളുകൾ ഈ ഭൂമിയിൽ തന്നെ പലപ്പോഴും വഴക്ക് കൂടുന്നില്ല. കാരണം അവർക്ക് അവരുടെ സമ്പത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ്. അത് ശാശ്വതമായ ഒന്നല്ല. എന്നാൽ ദൈവമക്കൾക്ക് ഈ ഭൂമിയിലെ നിക്ഷേപത്തെക്കാളും എത്രയോ വലിയ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷം, നമ്മുടെ മുഖത്തും അത് പ്രതിഫലിക്കണം. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഇന്നത്തെ വചനപ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് 3-ാം വാക്യം 2 തവണ വായിക്കാം. എല്ലാവരും എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും ദൈവമേ ഞങ്ങളുടെ വചനം ധ്യാനിപ്പാനായിട്ട് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ദൈവമേ ഓരോ ദിവസവും ദൈവമേ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സത്യവചനത്തിൽ നടത്തുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവമേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടിയാണല്ലോ അങ്ങ് സകല അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരുന്നത്. കർത്താവെ ആത്മീയമായിട്ട് കർത്താവെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് സ്വീകരിച്ച് മറ്റനേകരെ ദൈവമേ കർത്താവെ നിലനിൽക്കുന്ന ഈ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കണമേ. ലോകത്തിലെ അനേകർ കർത്താവെ ലോകത്തിലെ സന്തോഷത്തിന് വേണ്ടി പോയി തകർന്ന് കിടക്കുമ്പോൾ അനേകരെ കർത്താവെ യഥാർത്ഥ നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് ദൈവമേ വിളിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അത് ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ തന്നിരിക്കാൻ പിതാവായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വീണ്ടും നമുക്ക് ദൈവം നാളെ കാണാം. ഓക്കെ.